ശ്രീ അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ, കൂട്ടുകക്ഷി ഭരണം രാജ്യത്ത് ഇതിനു മുമ്പ് പലതവണ ഉണ്ടായതാണ്. ബി.ജെ.പിയും അത് തന്ത്രപരമായി തന്നെ നടപ്പാക്കിയിട്ടുള്ളതാണ്. വാജ്പേയിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഇപ്പോൾ മോദി ഒന്നിൽ തന്നെ അല്ലേ, ചില സമയത്ത് ഘടകകക്ഷികളുടെ സമ്മർദ്ദം കണ്ടതാണ് അല്ലേ, നായിഡുവിൻ്റെയൊക്കെ സമ്മർദ്ദം അവിടെ കണ്ടതാണ്. അപ്പോൾ ഇത് ബി.ജെ.പിക്ക് ഇത് കൈകാര്യം ചെയ്ത് പരിചയമുള്ള ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ സ്ഥിതിക്ക് ഒരു അധികാരത്തിൽ ഏറുന്നതിന് തടസ്സം ഒട്ടുമേ കാണുന്നില്ലല്ലോ. മഞ്ജുഷ്, ഞാൻ ഇതിനെ കാണുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ സൗന്ദര്യാത്മകമായിട്ടുള്ള ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ്. പക്ഷേ രാജ്യം ഒരു ഏകാധിപത്യ ഭരണത്തിന്റെ കീഴിൽ ഒരു ഫാസിസ്റ്റ് ഗവൺമെന്റ് രാജ്യത്തുണ്ടാകുമായിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും വളരെ തുച്ഛമായ മാർജിനിൽ മാത്രം ഒരു ഗവൺമെന്റ് ഉണ്ടാക്കാൻ കഴിയേണ്ടി വരുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ സൗന്ദര്യമാണ്. പ്രാദേശിക പാർട്ടികളുടെ അപ്രമാദിത്വം രാജ്യത്താകമാനം ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അത് ഫെഡറലിസത്തെയും ഇന്ത്യയുടെ ഭരണഘടനയും സംരക്ഷിച്ചു നിർത്തുന്നതിന് കഴിയും എന്നുള്ളതാണ് എന്റെ ശുഭാപ്തി വിശ്വാസം. സ്വാഭാവികമായും ഒറ്റക്കക്ഷി എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയ ബി.ജെ.പി തന്നെ ഭരിക്കണം എന്നുള്ളത് തന്നെയാവണം രാജ്യത്തിന്റെ ഒരു ജനാധിപത്യ സങ്കല്പം നിലനിൽക്കുന്നതിന് വേണ്ടത്. പക്ഷേ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ചെയ്തു കൂട്ടിയ നിയമവിരുദ്ധമായിട്ടുള്ള പ്രവൃത്തികളെ ആകമാനം അത് തടയിടുന്നതിനാവശ്യമായിട്ടുള്ള ഒരു നിലപാട് ചന്ദ്രബാബു നായിഡുവിനും നിതീഷ് കുമാറിനും രാജ്യം കാണുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയുന്നത്. കാര്യം നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവിന്റെയും പഴയകാല വർത്തമാനങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഇഡിയും അതുപോലെ കേന്ദ്ര ഏജൻസികളെയും കയറൂരി വിടുന്ന നിലപാടുകൾക്ക് വിരുദ്ധമായ നിലപാടെടുത്തിട്ടുള്ള ദേശീയ നേതാക്കന്മാരാണ് ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും. സ്വാഭാവികമായും അവർ അത്തരത്തിലൊരു നിലപാട് തന്നെയായിരിക്കും ഇക്കാര്യത്തിലും എടുക്കാൻ സാധ്യത. കൃത്യമായി രാഷ്ട്രീയ കുതിരക്കച്ചവടം നടത്തുന്നതിന് നേരത്തെ അനുഭവജ്ഞാനമുള്ളവരാണ് ബി.ജെ.പി. അപ്പൊ സ്വാഭാവികമായും മറുകണ്ടത്തുനിന്ന് ചാളന കൂട്ടുന്നതിന്റെ കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അതുകൊണ്ട് എനിക്ക് 100% വിശ്വാസം ഉറപ്പുണ്ട്. NDA സഖ്യകക്ഷികൾ തന്നെ ഒരു ഭരണം കൊണ്ടുവരും. പക്ഷെ താങ്കൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത്? കോൺഗ്രസിന്റെ ടോപ്പ് ലീഡേഴ്സിൽ നിന്നുള്ള ഏറ്റവും ഒടുവിലത്തെ അപ്ഡേറ്റ് അനുസരിച്ച് നിതീഷും ചന്ദ്രബാബു നായിഡുവും എന്താണ് പറയുന്നത് അത് അറിയുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നു എന്നാണ്. കാരണം പരസ്യമായിട്ട് വന്ന് ഒരു അഭിപ്രായ പ്രകടനവും നടത്തിയിട്ടില്ലല്ലോ. ഇന്ന് വാർത്താ സമ്മേളനത്തിൽ നായിഡു പറഞ്ഞപ്പോൾ പിന്തുണ NDAക്ക്, അതായത് NDAക്കൊപ്പം ഞാൻ ഡൽഹിക്ക് പോകുന്നു എന്നാണ്. അദ്ദേഹം അതനുസരിച്ച് NDA യോഗത്തിൽ വരികയും ചെയ്തു. നിതീഷ് കുമാർ ആകട്ടെ പരസ്യമായിട്ട് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. KC ത്യാഗിയാണ് അഭിപ്രായ പ്രകടനം നടത്തിയത്. അപ്പോൾ കോൺഗ്രസ് നൽകുന്ന ഈ സിഗ്നൽ അത് എത്രമാത്രം പ്രാധാന്യമുള്ളതാണ്? അല്ല, ഇതില് ഞാൻ മനസ്സിലാക്കുന്നത് ചില മാധ്യമങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് ചന്ദ്രബാബു നായിഡു ചില നിർബന്ധങ്ങൾ, കണ്ടീഷൻസുകൾ NDAക്ക് മുന്നാകെ വെച്ചിട്ടുണ്ട്. ഒന്ന്, അമിത്ഷായെ മന്ത്രിസഭയിൽ എടുക്കരുത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി അദ്ദേഹം പറഞ്ഞിട്ടുള്ളതായിട്ടാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായി അത്തരം ചില കണ്ടീഷൻസുകൾക്ക് വഴങ്ങേണ്ട സാഹചര്യം തുടക്കത്തിലെ ബി.ജെ.പിക്ക് ചെയ്യേണ്ടി വരും. പക്ഷെ മറുവശത്ത് വളരെ സുശക്തമായ ഒരു പ്രതിപക്ഷ നിരയാണ് വരാൻ പോകുന്നത്. ഒരു പ്രതിപക്ഷ നേതാവിനെ പോലും തെരഞ്ഞെടുക്കാൻ കഴിയാത്ത തരത്തിലുള്ള സാഹചര്യം അംഗബലമില്ലാതിരുന്ന കോൺഗ്രസിന് ഇന്ന് ഒരു പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കാൻ സാധിക്കും. മാത്രമല്ല, ഈ അംഗങ്ങൾക്ക് കൃത്യമായി പാർലമെന്റിനുള്ളിൽ നിയമങ്ങൾക്ക് മുന്നിൽ ചർച്ചകൾക്ക് വഴി തെളിക്കാൻ കഴിയും. മുമ്പ് നാം കണ്ടതാണ് കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളയുന്നതിന്റെ ആ നിയമം പാസ്സാക്കുന്നത് അമിത്ഷാ തന്റെ പോക്കറ്റിൽ നിന്നെടുത്ത് പാർലമെന്റിനുള്ളിൽ വായിക്കുന്നതായിട്ട് കാണേണ്ടി വരുന്ന ഗതികേട് ഇന്ത്യൻ ജനാധിപത്യത്തിനുണ്ടായിരുന്നു. അപ്പോ അത്തരത്തിൽ ചർച്ചകൾക്കില്ലാതെ നിയമങ്ങൾ പാസ്സാക്കാൻ കഴിയുന്ന മൃഗീയ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഒരു ഗവൺമെന്റിൽ നിന്ന് ഇനി ജനാധിപത്യപരമായ ചർച്ചകൾ, സംവാദങ്ങൾ പാർലമെന്റിനുള്ളിൽ നടക്കും എന്നുള്ളിടത്താണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രസക്തി. എനിക്ക് ഇന്ത്യ മുന്നണിയിലെ നേതാക്കന്മാരെ അഭിനന്ദിക്കാൻ ഈ ഘട്ടത്തിൽ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവർ രാഷ്ട്രീയ കുതിരക്കച്ചവടത്തിന് ചന്ദ്രബാബു നായിഡുവിനെയും നിതീഷ് കുമാറിനെയും വേണമെങ്കിൽ എളുപ്പത്തിൽ മറുകണ്ഠം ചാടിക്കാൻ കഴിയുന്നുണ്ട്. കാരണം അവരുടെ രാഷ്ട്രീയ നിലപാട് എന്ന് പറയുന്നത് എല്ലാ കാലത്തും അത്തരത്തിൽ തന്നെയായിരുന്നു. അപ്പോ നിലപാടുകൾ അങ്ങനെ മാറി മറയുന്ന രാഷ്ട്രീയ പ്രക്രിയയുള്ള ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ ചന്ദ്രബാബു നായിഡുവിനും അതുപോലെ തന്നെ നിതീഷ് കുമാറിനും മറുകണ്ഠം ചാടുന്നതിന്റെ ഒരു മടിയും ഉണ്ടാവില്ല. പക്ഷേ അങ്ങനെ ചെയ്യാതിരിക്കുകയാണ് ഇക്കാര്യത്തിൽ ഏറ്റവും ഉത്തമം. കാരണം പ്രതിപക്ഷ നിരയിൽ വരുന്ന 5 വർഷക്കാലം ശക്തമായ പ്രതിപക്ഷ സാന്നിധ്യം അറിയിച്ചാൽ രാജ്യം സുശക്തമായ രീതിയിൽ മുന്നോട്ട് പോകുന്നതിനും ഇന്ത്യയുടെ ജനാധിപത്യം സംരക്ഷിക്കപ്പെടുന്നതിനും ഇന്ത്യയുടെ ഫെഡറലിസം സംരക്ഷിക്കപ്പെടുന്നതിനുള്ള ഒരു സാഹചര്യം
പ്രതിപക്ഷ ഐക്യനിരയിൽ നിന്നുണ്ടാകും എന്നുള്ളതാണ്. കാരണം ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ സർവ്വ ആത്മവിശ്വാസവും നഷ്ടപ്പെട്ട ഒരു സാഹചര്യമായിരുന്നു ഇന്ത്യ മുന്നണിക്കുണ്ടായിരുന്നത്. പക്ഷെ രണ്ടാം ഘട്ടം മുതൽ ആത്മവിശ്വാസം വീണ്ടെടുത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നത് ചിട്ടയായ അടുക്കും ചിട്ടയോടുകൂടി ചെയ്യാൻ കഴിയുന്നത് നാം കണ്ടതുകൊണ്ടാണ് ഇത്ര വലിയ BJPക്ക് ആഘാതം സൃഷ്ടിക്കുന്നതിന് കഴിഞ്ഞിട്ടുള്ളത്. അതൊരു വലിയ കാര്യം തന്നെയാണ്. കാരണം വലിയ പ്രതീക്ഷ ഇന്ത്യ മുന്നണിക്ക് നൽകും. നമുക്ക് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു നേതാവിനെ ഇന്ത്യ ഒട്ടാകെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഒരു നേതാവ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ അടുത്ത കാലത്ത് ജയപ്രകാശ് നാരായണൻ കഴിഞ്ഞാൽ ഇന്ന് രാഹുൽ ഗാന്ധി ചെയ്തതുപോലെ ഇന്ത്യയിൽ എമ്പാടും നടക്കുകയും പ്രചരണം നടത്തുകയും ചെയ്ത മറ്റൊരു നേതാവ് വർത്തമാനകാല രാഷ്ട്രീയത്തിൽ ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. ജയപ്രകാശ് നാരായണൻ പണ്ട് ഇന്ത്യയെ ഉഴുതുമറിച്ചതുപോലെ അത്തരത്തിലൊരു ഉഴുതുമറിക്കലാണ് ശ്രീ രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ളത്. അത് അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. ആ പ്രവൃത്തികൾ മൂലമാണ് ഇന്ത്യ മുന്നണിക്ക് ഇത്തരത്തിൽ ഒരു വലിയ വിജയം, വലിയ ചെറുത്തുനിൽപ്പ് നടത്താൻ കഴിയും. ഭാഗ്യവശാൽ വളരെ നേരത്തെ ഒരു കണക്കുകൂട്ടലുകളോടുകൂടി നിന്നിരുന്നുവെങ്കിൽ നിതീഷ് കുമാറിനെയും ചന്ദ്രബാബു നായിഡുവിനെയും ഇന്ത്യ മുന്നണിയിൽ ഒപ്പം നിർത്തി മത്സരിപ്പിക്കാൻ സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ ഇതിന്റെ ഫലം മറ്റൊന്നായി തീർന്നു. ശരി, അത് നമ്മൾ